ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈസ്റ്റർ എഗ് കാണാൻ പറ്റുന്നില്ലേ? ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നേരെ എടുക്കാം, മുട്ട പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ നോക്കിയിട്ട്. ഹായ് എവരിവൺ, വെൽക്കം ടു ഒലിവൈബ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല ചെയ്യുന്നത്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ ഐഡിയ കിട്ടി കാണും. അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ആയിട്ടുള്ള ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അതിനു മുമ്പ് തന്നെ ഞാൻ ഈസ്റ്ററിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാം. ഈസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തളിച്ചു 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഒരു ദിവസത്തിന് സൂചകമായിട്ടാണ് ഈ ലോകമെമ്പാടുമുള്ള ജനത ഈസ്റ്റർ എന്ന് പറയുന്ന ദിവസം കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ നമ്മൾ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഈസ്റ്ററിന് നമുക്ക് എന്ത് മെസ്സേജാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തളിച്ചു 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുപോലെ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു വലിയ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലായിക്കോട്ടെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരും, സങ്കടങ്ങൾ വരും, വലിയ പ്രയാസങ്ങൾ വരും. എന്തിൽ നിന്നായാലും നമുക്കൊരു 3 ദിവസത്തിനുള്ളിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ അതിനകത്തുനിന്ന് വരണം എന്നുള്ളൊരു വലിയ മെസ്സേജും കൂടി ഈസ്റ്റർ കൊണ്ടാടുന്നതിനാൽ നമുക്ക് കിട്ടുന്നുണ്ട്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു ആഘോഷം തന്നെയാണ്. ഒരു ഒത്തുകൂടിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഒരു വലിയൊരു സെലിബ്രേഷനാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. ഈസ്റ്ററിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് മുതിർന്നവർക്കാണെങ്കിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത്. ഈസ്റ്റർ ഇല്ലാതെ ഈസ്റ്ററിന് എന്തൊരു സെലിബ്രേഷൻ ആയല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ എഗ് എന്നൊക്കെ പറയുന്നത്, പണ്ട് രാവിലെ പള്ളിയിലൊക്കെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ കസിൻസ് എല്ലാം ആദ്യം പൊട്ടിക്കുന്നത് ഈസ്റ്റർ എഗ് ആണ്. ഈസ്റ്റർ എഗ് ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിലൊന്നും ഒരു സെലിബ്രേഷനേ ഇല്ല. പിന്നെ തലേന്ന് രാത്രി വീട്ടിൽ പുറത്തുനിന്ന് അമ്മയൊക്കെ വാങ്ങിച്ചു വെക്കും, ഞങ്ങളത് പൊട്ടിക്കാനുള്ള ഒരു എടുക്കുക, പിന്നെ മാറ്റി വെക്കും, നാളെ രാവിലെ പൊട്ടിക്കാം എന്നുള്ള രീതിയിൽ. ഈസ്റ്റർ എഗ്ഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ എഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുട്ട എന്ന് പറയുന്നത് ഒരു പുതുജീവൻ, ഒരു ജനനം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എഗ് എന്ന് പറയുന്നത്. ഈസ്റ്റർ എഗ്ഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതൊരു ട്രഡീഷനാണ്. അത് പണ്ട് ഓർത്തഡോക്സ് അല്ലെങ്കിൽ ഈസ്റ്റേൺ കാത്തലിക് ചർച്ചിലൊക്കെ അതൊരു പണ്ട് തൊട്ടുള്ളൊരു ട്രഡീഷനാണ് പെയിന്റിങ് ഓഫ് ഈസ്റ്റർ എഗ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി റെഡ് എഗ് എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെ സൂചിപ്പിക്കുന്നതാണ് റെഡ് എഗ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യമൊക്കെ മനസ്സിലായി കാണും. വീട്ടിൽ തന്നെ ഈസ്റ്റർ എഗ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 ടൈപ്പിലുള്ള ഈസ്റ്റർ എഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈസ്റ്റർ എഗ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ എത്തിക്കഴിഞ്ഞു. ഞാൻ ഉണ്ടാക്കിയ ഈസ്റ്റർ എഗ് ഇതാ, കണ്ടില്ല? 2 ടൈപ്സ് ഓഫ് ഈസ്റ്റർ എഗ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഫുൾ ചോക്ലേറ്റ് ആണ്, വേറെ ഒന്ന് എഗ്ഗിൽ തന്നെ കളർ ചെയ്തിട്ടുള്ളതാണ്. ഇത് 2 ടൈപ്സ് ഓഫ് ഈസ്റ്റർ എഗ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, കണ്ടില്ല? ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതെങ്ങനെയാ ഞാൻ ചെയ്തതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് എടുത്ത ഈസ്റ്റർ എഗ് ആണ്. ഇത് നല്ലൊരു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഞാനും ഇങ്ങനെയൊക്കെയായിരുന്നു. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതിന് ഏറ്റവും ലാസ്റ്റ് നമുക്കിത് മുറിക്കാം കേട്ടോ. അതിന് മുമ്പ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചോക്ലേറ്റ് ഈസ്റ്റർ എഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് കിട്ടും. അതായത് കുക്കിംഗ് ചോക്ലേറ്റ് ആണ്. അത് നമുക്ക് ഹീറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ വാങ്ങുക, ഒരു 2-3 ബാർ എടുക്കുക, ഡബിൾ ബോയിൽ ചെയ്യുക. ഒരു ചൂടുവെള്ളത്തിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് ഡബിൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. എന്നിട്ട് മോൾഡ് എടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിൻഡർ ജോയുടെ ജസ്റ്റ് കവർ കിട്ടുമല്ലോ, അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഈ ചോക്ലേറ്റിൻ്റെ ഒരു കോട്ട് കൊടുക്കുക. അതൊരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിരിച്ച് വീണ്ടും ആ മോൾഡ് എടുത്തിട്ട് ഒന്നുകൂടെ ഒരു 2 കോട്ട് അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കോട്ട് അടിക്കാൻ പറ്റും. അപ്പം എന്നിട്ട് അത് 2 കോട്ടും നമ്മൾ ഫ്രീസറിൽ വെക്കുക. എന്നിട്ടത് എടുക്കുന്നു, അത് റീമോൾഡ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നു.
ജസ്റ്റ് ഇത് പിന്നെ നമുക്ക് 2 ഷേപ്പായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ ഇത് ചേർത്ത് ഇങ്ങനെ ഒട്ടിക്കുന്നു. എന്നിട്ട് ബാക്കി വന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ടും കൂടി ചേർത്തിട്ട് ഒട്ടിച്ചു വെക്കും. ജസ്റ്റ് സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കിൻഡർ ജോയ്ക്കതൊക്കെ കിട്ടുന്ന പോലെ ഗിഫ്റ്റ് വെള്ളം വെക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് നിറച്ച് ഇക്ലെയർസോ ചോക്ലേറ്റ്സോ ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് ഒക്കെ വെക്കാൻ പറ്റും ഇതിനകത്ത്. പിന്നെ താഴെ ഇരിക്കുന്ന ഈസ്റ്റർ എഗ്ഗ് കണ്ടില്ലേ, ഇതെന്താ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്ഗ് എടുക്കുന്നു, എഗ്ഗിൽ ഒരു 10 മിനിറ്റ്സ് ബോയിൽ ചെയ്യുന്നു. പിന്നെ അത് നമ്മൾ ഫുഡ് കളർ വാങ്ങിയിട്ട് അതൊരു ഗ്ലാസ്സിൽ ഫുഡ് കളർ ഒരു 2 ഡ്രോപ്സ് 3 ഡ്രോപ്സ് വെച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ വെച്ചിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഈ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പുഴുങ്ങിയ മുട്ട അതിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ്സിൽ അതിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കളർ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറായിരിക്കും. അങ്ങനെ ചെയ്തതാണ് ഈ താഴെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസ്റ്റർ എഗ്ഗ് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ വണ്ടി വരുന്നുണ്ട്, ഇതാ കണ്ടില്ലേ നമ്മുടെ ഈസ്റ്റർ എഗ്ഗ് കാണാൻ പറ്റുന്നില്ലേ. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നേരെ എടുക്കാം, മുട്ട പോലെ തന്നെ ഉണ്ടല്ലോ. ഇത് ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ മിഡിൽ നോക്കിയിട്ട് എൻ്റെ എഗ്ഗ് എന്തായാലും ഈസ്റ്റർ നന്നായിട്ട് ആഘോഷിച്ചു. ഭയങ്കരമായിട്ട് തെളിച്ചു പോയി, സ്പ്ലിറ്റ് ആയിപ്പോയി, സോറി. ഇതാ കണ്ടില്ലേ ഇങ്ങനെ. ഇതിനകത്ത് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഇതിനകത്ത് കീര പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്ലേറ്റ് കിട്ടാൻ ആ വൈറ്റ് ചോക്ലേറ്റിന് വേണ്ടി വീണ്ടും ഇത് കട്ട് ചെയ്യാം. നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം. ഇതുണ്ടല്ലേ ഇതിനകത്ത് വെച്ച് കട്ടിക്കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് മുറിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തു. ആദ്യം കട്ട് ചെയ്ത് ഇൻസൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല. ബിക്കോസ് ഭയങ്കര കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ കട്ട് വെക്കാനായിട്ട് വെച്ചതാണ്. ഭയങ്കര കട്ടയായി. എന്തായാലും ഇൻസൈഡിൽ പോയി കഴിഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് കിട്ടും. ഇതിനകത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഒഴിച്ചിട്ട് നമ്മൾ മോൾഡ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല ചോക്ലേറ്റ് കഴിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. പിന്നെ വേണ്ടില്ല, ഈ റെഡ് എന്ന് പറയുന്നത് ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ മേലിൽ പെയിൻ്റ് അടിച്ചതാണ്. അത് ഫുഡ് കളറാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിന് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്താണ് ഈസ്റ്റർ എഗ്ഗ് എന്ന് പറഞ്ഞ് വീട്ടിലുണ്ടാക്കി കൊടുക്കുക. അല്ലാതെ ചുമ്മാ അത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും കൂടി രസം ഉണ്ടാവത്തില്ല. ഈസ്റ്റർ എഗ്ഗ് എന്താണെന്നൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും വരെ ബൈ ബൈ.